2024 മെയ് 22 ബുധൻ. ഇന്ന് 1199 ഇടവമെട്ട്. വാർത്തകൾ വായിക്കുന്നത് ജി രവി. കേരള സെനറ്റ് ഹൈക്കോടതിയിൽ ഗവർണർക്ക് തിരിച്ചടി. ഗവർണറുടെ നോമിനികൾ പുറത്ത്. വിദ്യാർത്ഥി പ്രതിനിധികൾ യോഗ്യതയില്ലാത്തവരെന്ന വാദം ശരിവെച്ചു. ചാൻസലർക്ക് അനിയന്ത്രിത അധികാരമില്ലെന്ന് കോടതി. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥികൾക്ക് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. സർവകലാശാല നൽകിയ പട്ടിക അവഗണിച്ച് വേണ്ടത്ര യോഗ്യതയില്ലാത്തവരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തെന്നാരോപിച്ച് സർവകലാശാല പട്ടികയിലുള്ളവർ നൽകിയ ഹർജിയിലാണ് നടപടി. വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത് വ്യക്തിപരമായ അഭിപ്രായമനുസരിച്ചല്ലെന്നും ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ലെന്നും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിൻ്റെ ഉത്തരവിൽ പറയുന്നു. ഹർജിക്കാരുടെ അവകാശവാദവും കോടതിയുടെ നിരീക്ഷണങ്ങളും കേരള സർവകലാശാല നിയമവും അടിസ്ഥാനമാക്കി 6 ആഴ്ചയ്ക്കകം പുതിയ പേരുകൾ നിർദ്ദേശിക്കാൻ കോടതി ചാൻസലറോട് നിർദ്ദേശിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികൾ ബന്ധപ്പെട്ട മേഖലയിൽ മികവ് പുലർത്തുന്നവരാകണമെന്ന സർവകലാശാല ചട്ടം പരിഗണിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരിൽ അരുണിമ അശോക് BA മ്യൂസിക്കിനും TS കാവ്യ BSc മാത്സിനും 1ാം റാങ്ക് നേടിയവരാണ്. നന്ദകിഷോർ യുവജനോത്സവ കലാപ്രതിഭയായിരുന്നു. ദേശീയ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പിൽ വടംവലി വെങ്കല മെഡൽ ജേതാവും ഇന്റർ കോളേജിയേറ്റ് ബെസ്റ്റ് ഫിസിക് ചാമ്പ്യനുമാണ് PS അവന്ത് സെൻ. ഇവരേക്കാൾ മികവുള്ളവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്ന് കാണിക്കുന്ന രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും കോടതി പറഞ്ഞു. പെരുമാറ്റച്ചട്ടം സ്കൂൾ അറ്റകുറ്റപ്പണികൾക്ക് വിലക്കില്ല. ശുദ്ധജല വിതരണ പദ്ധതികളും നടത്താം. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകളും അങ്കണവാടികളും തുറക്കുന്നതിന് മുൻപായി അറ്റകുറ്റപ്പണികൾ പുതിയ പദ്ധതികളായി നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തടസ്സമാകില്ല. അങ്കണവാടി പോഷകാഹാര വിതരണം, ആരോഗ്യ വെറ്റിനറി സ്ഥാപനങ്ങൾക്ക് മരുന്ന് വാങ്ങൽ, പദ്ധതികളുടെ വേതനം നൽകൽ എന്നിവയ്ക്കും പെരുമാറ്റച്ചട്ടം അനുസരിച്ച് വിലക്കില്ലെന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ അറിയിച്ചു. ഇത്തരം പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ വർഷം തുടർ പദ്ധതിയായി ഏറ്റെടുക്കാം. ശുദ്ധജല വിതരണത്തിനുള്ള പദ്ധതികളും ഏറ്റെടുത്ത് നടത്താം. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ച UDF സർക്കാരിൻ്റെ കാലത്തേക്കാൾ 5% വർദ്ധിച്ച് 17%. ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ 17ആയി. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ പരിഷ്കരിച്ച് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റും. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ച UDF സർക്കാരിൻ്റെ കാലത്ത് 2016 12% ഇപ്പോൾ അത് 17% വർദ്ധിച്ചു. UDFൻ്റെ കാലത്ത് 8 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭത്തിലായിരുന്നത്, അത് 17ആയി. പുതുതലമുറ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം നടപ്പിലാക്കിയതിൻ്റെ കൂടി ഭാഗമായി 5000-ലേറെ സ്റ്റാർട്ടപ്പുകൾ ഇന്നുണ്ട്. ദേശീയ അടിസ്ഥാനത്തിൽ റൂസ ഫണ്ടിംഗ് അർഹത നേടിയ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ളത് കേരളത്തിലാണ്. കാർഷിക മേഖലയിൽ മൂല്യവർധനയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. തീരുവ ഇല്ലാതെയുള്ള സ്വാഭാവിക റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉണക്ക റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ ഗണ്യമായ തോതിൽ ഉയർത്തണമെന്നും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ റബ്ബറിനെ ഉൾപ്പെടുത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയത് കേരള സർക്കാരാണ്. ഓൺലൈൻ സേവനങ്ങളും വാതിൽപ്പടി സേവനങ്ങളും കേരളം യാഥാർത്ഥ്യമാക്കി K-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 2.5 ലക്ഷത്തോളം നിയമന ശുപാർശകളാണ് 2016 മുതൽ കാലയളവിൽ കേരള PSC നൽകിയത്. ആഭ്യന്തര വരുമാനത്തിൻ്റെ 10%-ലധികം വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങൾ നിഷേധിച്ച് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. തനത് വരുമാന സ്രോതസ്സുകൾ വഴിയാണ് കേരളം ഭൂരിഭാഗം ചെലവുകളും നിർവഹിച്ചത്. വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കും. ക്ഷേമ പദ്ധതികൾക്ക് അർഹരായവർക്കെല്ലാം അത് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പലായന വഴിയിൽ 9 ലക്ഷം പലസ്തീൻകാർ. വെസ്റ്റ് ബാങ്കിൽ സൈന്യത്തിൻ്റെ വെടിവെപ്പിൽ 7 മരണം. ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെ ഗാസയിലെ റഫയിൽ നിന്ന് 2 ആഴ്ചയ്ക്കിടെ പലായനം ചെയ്തത് 9 ലക്ഷം പേർ. അഭയം തേടി അലയുന്നവർ ഗാസയിലെ ജനസംഖ്യയുടെ 40% വരുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു.
റഫീലെ ഇബ്ന അഭയാർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇതുൾപ്പെടെ 24 മണിക്കൂറിൽ 85 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. യുദ്ധം തുടങ്ങിയ കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ ഇതുവരെ 35,647 പേർ കൊല്ലപ്പെട്ടു. 79,852 പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഗാസയിലെ ജബാലിയയിൽ ഇസ്രായേൽ സൈന്യം ബുൾഡോസർ കൊണ്ട് വീടുകളും കടകളും ഇടിച്ചു നിരപ്പാക്കുകയാണ്. തെക്കുള്ള ഖാൻ യൂനിസിലും ആക്രമണത്തിനായവില്ല. വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ 7 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ജെനിൻ സർക്കാർ ആശുപത്രിയിലെ സർജറി വിദഗ്ധനായ ഡോക്ടർ ഒസയാദ് കമാൽ ജബാറിനും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. ഇതിനിടെ ലെബനനിലെ തൈർ മേഖലയിൽ ഹിസ്ബുല്ല കമാൻഡർ ഖാസിം സക്കലാവിയെ വധിച്ചതായി ഇസ്രായേൽ സേന പറഞ്ഞു. ഇസ്രായേൽ സൈനികരിൽ 2 പേർക്ക് കൂടി ഗുരുതര പരിക്കേറ്റു. തെക്കൻ യമനിലെ അൽബെയ്ദ പ്രവിശ്യയിൽ US ഡ്രോൺ തകർത്തതായി യമനിലെ ഹൂതികൾ അറിയിച്ചു. അവയവ കൈമാറ്റം റാക്കറ്റ് പ്രവർത്തനം 5 തട്ടുകളായി. ഇന്ത്യയിലുള്ളത് അവസാന തട്ടിലെ ആളുകൾ അന്വേഷണം NIAയ്ക്ക്. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിൻ്റെ പ്രവർത്തനം 5 തട്ടുകളിലായി. ഇന്ത്യയിലുള്ളത് അവസാന തട്ടിലെ ഏജന്റുമാരും ബ്രോക്കർമാരും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടിക്കപ്പെട്ട തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത് അവസാന കണ്ണിയാണ്. റാക്കറ്റിൻ്റെ ഇന്ത്യയിലെ മുഖ്യ ഏജന്റിൻ്റെ പേര് പോലും സാബിത്തിന് കൃത്യമായി അറിയില്ല. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണം നീങ്ങുന്നത് ഹൈദരാബാദിലെ ഡോക്ടറിലേക്ക്. രാജ്യാന്തര കുറ്റകൃത്യമായതിനാൽ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറും. അവയവദാനത്തിനായി വിദേശത്തേക്ക് പോയി മടങ്ങിയെത്തിയ ഇരകളുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം കേന്ദ്ര ഏജൻസികൾ പൂർത്തിയാക്കി വിവരം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറിയത്. ഇതിൽ കേരള പോലീസാണ് അറസ്റ്റിലേക്ക് ആദ്യം നീങ്ങിയത്. റാക്കറ്റിൻ്റെ 2ാം നിര ബ്രോക്കറായ സബിത്ത് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ വിവരം പരാതിക്കാരിൽ ഒരാൾ കൃത്യമായി അറിയിച്ചതാണ് അറസ്റ്റിന് വഴിയൊരുക്കിയത്. സബിത്തിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് 2ാം ഘട്ട അന്വേഷണം നടക്കുന്നത്. വ്യാജ ആധാർ കാർഡ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിച്ച് ഇറാനിലേക്ക് കടത്തിയ മലയാളികളുടെ വിവരം സബിത്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഹൈദരാബാദിലെ ഡോക്ടറെക്കുറിച്ചുള്ള വിവരവും സബിത്ത് നൽകി. ഈ ഡോക്ടറാണ് റാക്കറ്റിൻ്റെ ഇന്ത്യയിലെ ഏജന്റുമാരിൽ പ്രധാനി. UN അംഗത്വമുള്ള രാജ്യങ്ങളിൽ അവയവ കച്ചവടം നിയമം മൂലം അനുവദിക്കുന്ന ഏക രാജ്യം ഇറാനാണ്. വൃക്ക, കരൾ, പാൻക്രിയാസ്, കണ്ണുകൾ, ഗർഭപാത്രം, ത്വക്ക് എന്നിവയടക്കം 24 മനുഷ്യ അവയവങ്ങളുടെ കച്ചവടം ദാതാവിൻ്റെ സമ്മതപത്രത്തോടെ ഇറാൻ അനുവദിച്ചിട്ടുണ്ട്. അവയവ കച്ചവട റാക്കറ്റിൻ്റെ മുഖ്യ കണ്ണിയായ ഇൻഷുറൻസ് കമ്പനി ഏജന്റുമാരുടെ പ്രവർത്തനം ഇറാനിലെ ആശുപത്രികളിൽ കേന്ദ്രീകരിക്കാൻ ഇതാണ് കാരണം. UN സഖ്യരാജ്യവും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രവുമായ ഇറാനിൽ നടന്ന കുറ്റകൃത്യമായതിനാൽ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് വഴി തുറക്കാതെ കേസന്വേഷണം നടത്താനാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും കൊല്ലപ്പെട്ടതിനെ തുടർന്നുള്ള സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രമേ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി കേസന്വേഷണത്തിൽ നേരിട്ട് ഇടപെടുകയുള്ളൂ. തൃശൂർ ജില്ലയിലെ ഒരു തീരദേശ പഞ്ചായത്തിൽ 30ഓളം പേർ പ്രതിഫലം വാങ്ങി വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കൈമാറിയെന്ന ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചിട്ടും പോലീസ് ഉപകാരപ്രദമായ വിവരങ്ങൾ ലഭിച്ചില്ല എന്നെഴുതി അന്വേഷണം അവസാനിപ്പിച്ചു. രാജ്യാന്തര അവയവക്കടത്ത് റാക്കറ്റിലെ ഇടനിലക്കാരന് തീരദേശവുമായുള്ള ബന്ധം പുറത്തു വന്നതോടെ ഈ പരാതി വീണ്ടും ചർച്ചയാവുകയാണ്. മലിനജലം വഴി മഞ്ഞപ്പിത്തം പെരുകുന്നു, മരണവും. 5 മാസത്തിനിടെ രോഗം ബാധിച്ചവരുടെയും മരിച്ചവരുടെയും എണ്ണം മുൻ വർഷത്തെ ആകെ എണ്ണത്തിൻ്റെ ഇരട്ടി. മലിനജലത്തിൽ നിന്ന് പിടിപെടുന്ന മഞ്ഞപ്പിത്തം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. രോഗബാധിതരുടെ എണ്ണം 2 വർഷത്തിനിടെ 4 ഇരട്ടി വർദ്ധിച്ചതിനൊപ്പം മരണനിരക്കും കുത്തനെ കൂടുകയാണ്. കഴിഞ്ഞ 4 വർഷവും ശരാശരി 500-ൽ താഴെ കേസുകളും 2 മരണങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം 5 മാസത്തിനിടെ 2116 കേസുകളും 15 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് കാലത്ത് കേരളം ഒന്നാകെ വീടുകളിൽ അടച്ചുപൂട്ടിയിരുന്ന കാലത്താണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 2021-ൽ 114 കേസുകൾ മാത്രമായിരുന്നു. മരണം 0. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 വർഷവും 4 വീതം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത.
കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുകയും അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുകയും വേണം. ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശുഭദിനം. നന്ദി.